നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത്രമാത്രം വിചിത്രമായ രീതിയിൽ ലോകം കാണുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. ട്രംപ് ആദ്യ ടേമിൽ വന്നപ്പോഴും ഇത്രയധികം അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇത്തവണ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ട്രംപ് എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ ആർക്കും നിശ്ചയമില്ല. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് പോലും ആർക്കും അറിയില്ല. ഇത് അമേരിക്കയെ ഗുണപരമായി ബാധിക്കുമോ ദോഷകരമായി ബാധിക്കുമോ എന്ന് അമേരിക്കക്കാർക്ക് പോലും ഇപ്പോൾ ആശങ്കയുണ്ട്. എന്തായാലും ട്രംപിൻ്റെ മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. ഒരിക്കൽ കൂടി അമേരിക്കയെ മഹത്തരമാക്കാം. പക്ഷേ എങ്ങനെയാണ് ഇദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അമേരിക്കയെ മഹത്തരമാക്കുന്നത് എന്ന് ഇതുവരെ അമേരിക്കക്കാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഗാസയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ബോർഡ് ഓഫ് പീസിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ ബോർഡ് ഓഫ് പീസിൽ ചില രാജ്യങ്ങളെയൊക്കെ അംഗങ്ങളാക്കിയിട്ടുണ്ട്. 60ഓളം രാജ്യങ്ങൾക്കാണ് ഡൊണാൾഡ് ട്രംപ് കത്തയച്ച് ബോർഡ് ഓഫ് പീസിൽ അംഗമാകണമെന്ന് പറഞ്ഞ് ഔദ്യോഗികമായി ക്ഷണിച്ചത്. ഇതിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ട്രംപിൻ്റെ ഈ കത്തിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല. അവർ ട്രംപിനെ മൈൻഡ് ചെയ്തതേയില്ല. ചെറിയ പാകിസ്ഥാനെ പോലെയുള്ള, കസാക്കിസ്ഥാനെ പോലെയുള്ള, അസർബൈജാനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങളാണ്. 11ഓളം രാജ്യങ്ങൾ ഇതുവരെ ബോർഡ് ഓഫ് പീസിൽ അംഗമായിട്ടുണ്ട്. ബോർഡ് ഓഫ് പീസിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഇനി സംഘർഷം ഉണ്ടാക്കാതെ നോക്കുക. ഗാസയിൽ മാത്രമല്ല, ലോകത്തൊരിടത്തും സംഘർഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഡൊണാൾഡ് ട്രംപ് തന്നെ 8ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്നും അവകാശപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് രാജ്യങ്ങളുടെ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന രീതിയിൽ ഒരു പ്രത്യേക സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. അതിലാകട്ടെ 60 രാജ്യങ്ങളെ ക്ഷണിച്ചതിൽ മുമ്പൊക്കെ അമേരിക്കയുടെ ക്ഷണം കിട്ടാൻ വേണ്ടി രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു കത്ത് എഴുതിയതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ രൂപീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയിൽ അംഗമാകൂ എന്ന് വിളിച്ചിട്ടും ആരും പോലും പോകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 11 ലോകരാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചേർന്നിട്ടുള്ളത്, പാകിസ്ഥാൻ അടക്കം. ഇന്ത്യ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. കഴിഞ്ഞ തവണ ഈ ബോർഡ് ഓഫ് പീസിൻ്റെ യോഗം നടന്നപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിനിധിയും അതിൽ പങ്കെടുത്തില്ല. ഇന്ത്യയുടെ പ്രതിനിധി അതിൽ ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു അത്രേ. എന്തായാലും G7 രാജ്യങ്ങളിൽ അമേരിക്ക മാത്രമാണ് ഇതിൽ അംഗമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ അംഗമായിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നത് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയെ വിലമതിക്കാത്ത നേതാവാണ്. ഐക്യരാഷ്ട്രസഭയെ തള്ളിപ്പറയുന്ന നേതാവാണ്. ഐക്യരാഷ്ട്രസഭയുടേതായ ചില ന്യൂനതകളും ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയോടൊപ്പം എല്ലാ രാജ്യങ്ങളും സഹകരിക്കുകയാണ്. അത് ലോക സമാധാനത്തിന് അത്യാവശ്യമാണ് എന്നാണ് എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു രാഷ്ട്ര നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായിട്ടാണ് ഇദ്ദേഹം ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ലോകരാജ്യങ്ങളും ഈ ബോർഡ് ഓഫ് പീസിൽ അംഗമാകാൻ മടിക്കുന്നത്. അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രവർത്തനമാണ് എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈയെടുത്ത് രൂപം കൊടുത്ത ഒരു അന്താരാഷ്ട്ര സംഘടന വമ്പൻ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് വേണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കാരണം സ്വിറ്റ്സർലൻഡിൽ കൂടിയ കഴിഞ്ഞ യോഗത്തിലും എത്തിച്ചേർന്നത് വെറും 11 അംഗരാജ്യങ്ങൾ മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.